ഹായ് ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിഗ്രി പ്രിലിംസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മലയാളം എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ പദശുദ്ധിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നമ്മൾ 3 ക്ലാസ്സുകളാണ് ചെയ്ത് കഴിഞ്ഞത്. ഏകദേശം 90 വാക്കുകളോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് തോന്നാം, പക്ഷേ പഠിക്കാതെ ഇത് കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്ത് അടുത്ത വാക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 92ാമത്തെ വാക്കാണ് കേട്ടോ. ഓക്കെ, എന്താണ്? ആഴ്ചപ്പതിപ്പ്. ആഴ്ചപ്പതിപ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഒന്ന് എഴുതി നോക്കട്ടെ. ആഴ്ചപ്പതിപ്പ്. ആഴ്ച പതിപ്പ് അങ്ങനെയാണ് കേട്ടോ. ആഴ്ചപ്പതിപ്പ് എന്ന് എഴുതാം. ഒന്നും കൂടി എഴുതി നോക്കാം നമുക്ക്. ആഴ്ച പതിപ്പ്. ക്ലിയർ ആയല്ലോ ആഴ്ചപ്പതിപ്പ് എന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് വേർഡ് ആജ്ഞാനുവർത്തി. കേട്ടിട്ടില്ലേ? ആജ്ഞാനുവർത്തി. എങ്ങനെയാണ് ആജ്ഞാനുവർത്തി എന്ന് എഴുതുക? ആജ്ഞാനുവർത്തി. ക്ലിയർ ആയോ? ഒന്നും കൂടി എഴുതി നോക്കാം അല്ലേ? ആജ്ഞാനുവർത്തി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചില ആളുകൾ എന്നോട് പറഞ്ഞു ക്ലാസ് എടുക്കുന്നത് വളരെ സ്ലോയിലാണ്, ഒന്ന് സ്പീഡാക്കിയാൽ നന്നായിരുന്നു എന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചാനലിൽ കയറി കഴിഞ്ഞിട്ട് ഇത് വീഡിയോസ് കാണുമ്പോൾ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1.5 1.7x 2x എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് നമ്മൾ സ്പീഡ് കൂട്ടി കാണുമ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് കൂട്ടേണ്ടവർ സ്പീഡ് കൂട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ. നെക്സ്റ്റ് ആഢ്യത്വം. ആഢ്യത്വം. എങ്ങനെയാണ് ആഢ്യത്വം എന്ന് എഴുതുക? ആഢ്യത്വം. ക്ലിയർ ആണല്ലോ? ആഢ്യത്വം. നെക്സ്റ്റ് വേർഡ് ആധുനികീകരണം. ആധുനികീകരണം. എങ്ങനെയാണ് ആധുനികീകരണം എന്ന് എഴുതുക? എഴുതി നോക്കട്ടെ. എന്ന് വേണം കേട്ടോ, അവിടെ ഒരു കെട്ടുപുള്ളി വേണം. ആധുനികീകരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി എഴുതി വെക്കണം. ആധുനികീകരണം. ആധുനികീകരണം. ക്ലിയർ ആയല്ലോ? ആധുനികീകരണം. നെക്സ്റ്റ് ആദരാഞ്ജലി. കേട്ടിട്ടില്ലേ? ആദരാഞ്ജലി. എങ്ങനെയാണ് ആദരാഞ്ജലി എന്ന് എഴുതാം? ആദരാഞ്ജലി. ജലിയാണ് കേട്ടോ അവസാനം വരുന്നത്. ആദരാഞ്ജലി. ആദരാഞ്ജലി പറഞ്ഞു പഠിക്കുക കേട്ടോ. ആതിഥേയൻ. ആതിഥേയൻ എഴുതി നോക്കൂ. ആതിഥേയൻ. ആതിഥേയൻ. ക്ലിയർ? ആതിഥേയൻ. ആതിഥേയൻ. നെക്സ്റ്റ് ഏതാണ്? ആപച്ചങ്ക. കേട്ടിട്ടില്ലേ? ആപച്ചങ്ക. എങ്ങനെയാണ് കൂട്ടുകാരെ ആപച്ചങ്ക എന്ന് എഴുതാം? ആപച്ചങ്ക. പങ്കായ എന്നുള്ള എഴുതട്ടാ. ആപച്ചങ്ക. ആപച്ചങ്ക എഴുതിയില്ലേ? ഇനി ആപാദചൂഡം. എങ്ങനെയാണ് ആപാദചൂഡം എന്ന് എഴുതുക? ഒന്ന് എഴുതി നോക്കൂ. ആപാദചൂഡം. ആപാദചൂഡം. ക്ലിയർ ആയല്ലോ? ആപാദചൂഡം. 100ാമത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആപാദമധുരം. എങ്ങനെയാണ് ആപാദമധുരം എന്ന് എഴുതുക? ആപാദമധുരം. ക്ലിയർ ആയോ? ആപാദമധുരം. ക്ലിയർ? 101ാമത്തെ വാക്കാണ് ആച്ഛാദനം. എങ്ങനെയാണ് ആച്ഛാദനം എന്ന് എഴുതുക? ആച്ഛാദനം. ക്ലിയർ? ആച്ഛാദനം. നെക്സ്റ്റ് നമ്മൾ 102
ആച്ഛാദനം എഴുതി കഴിഞ്ഞു. ഇനി ആർഭാടം ഒന്ന് എഴുതി വെക്കൂ. ആർഭാടമൊക്കെ നമ്മൾ മുമ്പ് ഒരു തവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒന്നും കൂടി എഴുതി വെക്കാം. ആർഭാടം. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില വാക്കുകൾ ഉണ്ടാവും കേട്ടോ, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ആർഭാടം എഴുതിയില്ലേ. ഇനി ആവലാതി. ആവലാതി എല്ലാവർക്കും ഉള്ളതാണല്ലേ. ആവലാതി എഴുതി നോക്കിയിട്ടുണ്ടോ? ആവലാതി. നമ്മൾ എന്നുള്ള അക്ഷരത്തിലേക്ക് കടന്നു കേട്ടോ. ആദ്യം വെച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് വാക്കുകൾ വെച്ചിട്ട് പറഞ്ഞു. ഇപ്പം നമ്മൾ ലേക്ക് കടന്നു. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആവലാതി എഴുതി. ഇനി നെക്സ്റ്റ് 104ാമത്തെ വാക്കായിട്ട് ആവശ്യം. ആവശ്യം എങ്ങനെയാണ് എഴുതുക? ആവശ്യം. ക്ലിയർ? ആവശ്യം. അടുത്തത് ആഢ്യത. ആഢ്യത ഒന്ന് എഴുതി വെക്കൂ. ആഢ്യത. ആഢ്യത. ക്ലിയർ ആണല്ലോ. ആഢ്യത. ആഢ്യത. ഓക്കെ. നെക്സ്റ്റ് ആദിത്യം. ആദിത്യം എങ്ങനെയാണ് ആദിത്യം എന്ന് എഴുതുക? ആദിത്യം എങ്ങനെയാണ് കേട്ടോ? ആദിത്യം എന്നെഴുതുക. ആദിത്യം. ഇനി ആന്തരികം എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ആന്തരികം എങ്ങനെയാണ് ആന്തരികം എന്നെഴുതുക? ആന്തരികം. ഒന്നുകൂടി എഴുതാം കേട്ടോ. എന്താക്കൊരു കൺഫ്യൂഷൻ വന്നു. കൺഫ്യൂഷനല്ല, എഴുതിയപ്പോൾ കട്ട പിടിച്ച പോലെ. ഓക്കെ. ആന്തരികം. ക്ലിയർ ആണല്ലോ ആന്തരികം എന്നുള്ളത്. ആന്തരികം. അടുത്തത് ആലംബം. എങ്ങനെയാണ് ആലംബം എന്നെഴുതുക? എഴുതി വെക്കൂ. ആലംബം. ആലംബം. ക്ലിയർ ആണല്ലോ. ആലംബം. നെക്സ്റ്റ് നമ്മൾ ആഷാഢം. ആഷാഢം എന്നെങ്ങനെ എഴുതാം? ആഷാഢം. ഒന്ന് എഴുതി നോക്കൂ. ആഷാഢം. ക്ലിയർ ആണോ? ആഷാഢം. ആഷാഢം. ആഷാഢം എഴുതിയില്ലേ. നെക്സ്റ്റ് ആഖ്യാതം. എങ്ങനെയാണ് ആഖ്യാതം എന്നെഴുതുക? വേണം, ഖ്യാതം. ഇങ്ങനെയാണ് കേട്ടോ. ആഖ്യാതം. 110 വാക്കുകളായി. നോക്കാം. ആഴ്ചപ്പതിപ്പ്, ആജ്ഞാനുവർത്തി, ആഢ്യത്വം, ആധുനികീകരണം, ആദരാഞ്ജലി, ആതിഥേയൻ, ആപച്ഛങ്ക, ആപാദചൂടം, ആപാദമധുരം, ആച്ഛാദനം, ആർഭാടം, ആവലാതി, ആവശ്യം, ആഢ്യത, ആദിത്യം, ആന്തരികം, ആലംബം, ആഷാഢം, ആഖ്യാതം. കഴിഞ്ഞോ? ഇല്ല, നമ്മൾ കുറച്ചും കൂടി വാക്കുകളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 110 ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു 120 വാക്കുകളെങ്കിലും നമ്മൾ പഠിക്കണം കേട്ടോ. ഈ ക്ലാസ്സുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുകയാണെങ്കിൽ ഈ ഒരു പദശുദ്ധി എന്നുള്ള ഭാഗത്തു നിന്ന് നമുക്ക് മാക്സിമം വാക്കുകൾ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും. ഒരാളിങ്ങനെ വായിച്ച് തരിക, അത് നമ്മൾ എഴുതി നോക്കുക. അതാണ് ഈ പദശുദ്ധി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ വായിക്കുമ്പോൾ നിങ്ങളത് എഴുതി നോക്കണം. ഓക്കെ. നെക്സ്റ്റ് ആശ്ചര്യം. എങ്ങനെയാണ് ആശ്ചര്യം എന്നെഴുതുക? ആശ്ചര്യം. ക്ലിയർ ആയല്ലോ? ആശ്ചര്യം. നെക്സ്റ്റ് ഇങ്ങനെ. എങ്ങനെയാണ്? ഇങ്ങനെ. ഓക്കെ. ഐതിഹാസികൻ. ഒന്ന് എഴുതി നോക്കൂ. ഐതിഹാസികൻ. 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 ക്ലിയർ ആവുന്നുണ്ടോ? ഐതിഹാസികൻ. അടുത്തത് ഇല്ലെങ്കിൽ. ഞാൻ സ്പീഡിൽ എഴുതി, സോറി, നിങ്ങൾക്ക് എഴുതാനുള്ള അവസരം കിട്ടിയില്ല അല്ലേ? ഓക്കെ, എഴുതിക്കോളൂ. ഇല്ലെങ്കിൽ.
ഇല്ലെങ്കിൽ. ഓക്കെ, ഇല്ലെങ്കിൽ. ക്ലിയർ ആയല്ലോ? ഇല്ലെങ്കിൽ. ഇനി ഇരുട്ട്, ഇതൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ? ഇരുട്ട്. ഓക്കെ, ഇരുട്ടെഴുതി. അടുത്തത് നമ്മൾ ഈശ്വരേച്ഛ. ഈശ്വരേച്ഛ എന്നൊന്ന് എഴുതി നോക്കിക്കേ. ഈശ്വരേച്ഛ. ക്ലിയർ ആയോ? ഈശ്വരേച്ഛ. ഓക്കെ, ഒന്നും കൂടി എഴുതി നോക്കിക്കേ. ഈശ്വരേച്ഛ. ഈശ്വരേച്ഛ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വേർഡ് ഉച്ഛിഷ്ടം. ഒന്ന് എഴുതി നോക്കിക്കേ. ഉച്ഛിഷ്ടം. എപ്പോഴെപ്പോഴും കേൾക്കുന്ന ഒരുപാട് വേർഡുകളാണല്ലേ. എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ ചിലതിലൊക്കെ നമുക്ക് നല്ലോണം കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ മലയാളികളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം. ക്ലിയർ. ഉച്ചൈസ്തരം. ഉച്ചൈസ്തരം. ഒന്ന് എഴുതിക്കേ. ഉച്ചൈസ്തരം എന്ന്. ഉച്ചൈസ്തരം. സോറി കേട്ടോ, അവിടെ വെറുതെ ഈ സാധനം ഇട്ടു. ഉച്ചൈസ്തരം. ക്ലിയർ. അടുത്തത് 119 വാക്കാണ് കേട്ടോ. ഉദ്ഗ്രഥനം. ഉദ്ഗ്രഥനം. ആ ഇ ഈ ഊലെത്തിട്ടോ. ഉദ്ഗ്രഥനം. പിന്നെ ഇടയിൽ ധാരാളം വാക്ക് നമുക്ക് ഇനിയും എഴുതട്ടോ. ഉദ്ഗ്രഥനം. ക്ലിയർ ആണല്ലോ? ഉദ്ഗ്രഥനം. പറഞ്ഞ് പഠിക്കണം കേട്ടോ. ചോദിക്കാൻ ചാൻസുള്ള വാക്കുകളാണ്. ഉദ്ഗ്രഥനം. ഒന്ന് എഴുതി നോക്കൂ. ഉദ്ഗ്രഥനം. 120 വാക്ക് നമ്മൾ പറയാൻ പോവുകയാണ്. ഉദ്ഘാടനം. എങ്ങനെയാണ് ഉദ്ഘാടനം എന്നെഴുതുക? ഉദ്ഘാടനം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമുക്കിന്ന്. ഉദ്ഘാടനം വരെയാണ്. 120 വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ആശ്ചര്യം, ഇങ്ങനെ, ഐതിഹാസികൻ, ഇല്ലെങ്കിൽ, ഇരുട്ട്, ഈശ്വരേച്ഛ, ഉച്ഛിഷ്ടം, ഉച്ചൈസ്തരം, ഉദ്ഗ്രഥനം, ഉദ്ഘാടനം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ 4ാമത്തെ ക്ലാസ്സാണിത്. 4 ക്ലാസ്സുകളിൽ നിന്നായിട്ട് 120 വാക്കുകളാണ് നമ്മൾ എന്തുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചത്? പദശുദ്ധിയുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മൾ തുടർന്നും ഇതാ പദശുദ്ധിയുടെ ക്ലാസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ആ സമയത്ത് ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്ത മലയാളം ടോപ്പിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് വളരെ അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സിലബസിൽ നിന്നുകൊണ്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് സിലബസിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് പഠിച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലും വായിക്കേണ്ടതുള്ളൂ. അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. നമ്മൾ എത്ര കാലമായിട്ട് പ്രിപ്പയർ ചെയ്താലും എന്തൊക്കെയായാലും നമുക്ക് പലപ്പോഴും പല ലിമിറ്റേഷൻസുകളും വരാറുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസിൽ നിന്നുകൊണ്ട് പഠിക്കുക. സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം വന്നാൽ അത് കിട്ടാതെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ പദശുദ്ധിയുടെ എത്ര ക്ലാസ്സുകൾ കഴിഞ്ഞു? ഇതടക്കം നമ്മൾ പദശുദ്ധിയുടെ 4 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കി. എത്ര പേര് പഠിച്ചു എന്നറിയില്ല, എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടി വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. വളരെ കുറച്ച് വീഡിയോസുകളെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇനി തുടർന്ന് നമ്മൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നുന്ന ഇത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ക്ലാസ് കാണുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.